ഐ വാണ്ട് ടു റേപ്പ് യു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിലെ രണ്ടാമത്തെ ഇരയുടെ മൊഴിയാണിത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ 23-കാരി മൊഴി നൽകി. AIG ജി പൂങ്കുഴലിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഈ മൊഴിയുടെ വിശദാംശങ്ങളടക്കം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ശരീരമാസകലം മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമം എന്നാണ് ആരോപണം. ഈ ഇര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മൊഴിപ്പകർപ്പ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്തു. പ്രോസിക്യൂഷൻ്റെ ആവശ്യപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട മുറിയിലായിരിക്കും വാദം കേൾക്കുക. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഡാൻ, ആദ്യത്തെ ലൈംഗിക അതിക്രമ കേസിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസിലുള്ളത്. അതായത് അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം, ശരീരമാസകലം മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ബലാത്സംഗം. അതിനുശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറിയെന്ന്. എന്താണ് 23-കാരിയുടെ ഈ രണ്ടാമത്തെ കേസിൽ ഇരയുടെ മൊഴിയിൽ പറയുന്നത്? പ്രധാനമായി ആദ്യത്തെ കേസിൽ ആദ്യത്തെ പരാതിക്കാരിയുടെ സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദമുഖം ഇരുവരും തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരം തമ്മിലുള്ള ഒരു ബന്ധത്തെ പിന്നീട് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി രാഹുലിനെതിരെ ഉപയോഗിക്കുകയെന്നായിരുന്നു. പക്ഷേ അത് കൃത്യമായി തന്നെ സെഷൻസ് കോടതിയിൽ വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ടാണെന്ന് പ്രോസിക്യൂഷൻ എതിർത്തത്. ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഗൗരവ തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ഒരു പരാതിയാണ് KPCC അധ്യക്ഷന് കഴിഞ്ഞ ദിവസം ലഭിക്കുന്നതും KPCC അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് അത് കൈമാറുകയും ചെയ്തത്. അങ്ങനെ പരാതിക്കാരനായി KPCC അധ്യക്ഷനെ പരാതിക്കാരനാക്കിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനിടെ വളരെ നാടകീയമായിട്ടാണ് പരാതി നൽകാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ യുവതിയെ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന പോലീസ് ആസ്ഥാനത്തെ AIG ജി പൂങ്കുഴലി ഫോണിൽ ബന്ധപ്പെട്ട് സമയം തേടിയത്. അതിനുശേഷം ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് 4 മണിക്കൂർ നീണ്ട് ഇവരുടെ മൊഴിയെടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് ഈ മൊഴിയെടുക്കുന്ന നടപടി നടന്നത് എന്നാണ് സൂചന. എന്തായാലും ആ മൊഴിപ്പകർപ്പിലെ കൃത്യമായ വിശദാംശങ്ങൾ അടക്കമാണ് മുദ്രവെച്ച കവറിൽ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന സൂചനകളാണ് നമുക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ വരും മണിക്കൂറുകളെ ലഭിക്കുകയുള്ളൂ. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായ ലൈംഗിക അതിക്രമം തന്നോട് നടത്തി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ മൊഴിയിൽ ഉണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട്. ഇതിന്മേൽ ഒരു തീർപ്പുണ്ടായ ശേഷം മാത്രമായിരിക്കുമോ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അന്വേഷണം നടത്തുക? കഴിഞ്ഞ ദിവസം വരെ പ്രതിഭാഗം വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം പേരെന്തെന്നോ ഊരെന്തെന്നോ അറിയത്തില്ലാത്തയൊന്നു പരാതി എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തേജോവധം ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായി. പ്രതിഭാഗം അഭിഭാഷകൻ തന്നെ കോടതിയിൽ അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ അവരെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ 2-3 ദിവസത്തിനകത്ത് ഇങ്ങനെയൊരു നിയമപരമായ ഡെവലപ്മെൻറ്റ്സ് ഈ കേസിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അതീവ രഹസ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടെത്തി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ക്രൈംബ്രാഞ്ചിൻ്റെ ജവഹർ നഗർ യൂണിറ്റിലെ DYSP K. സജീവൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെയായിരുന്നു ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷ് നിയോഗിച്ചത്. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചിലരുടെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് ചോരുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടെ അടിയന്തരമായി ഈ അന്വേഷണ സംഘത്തെ മരവിപ്പിച്ചുകൊണ്ട് പുതിയൊരു അന്വേഷണ സംഘ തലവനെ അടക്കം നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത് AIG ജി പൂങ്കുഴലിയാണെങ്കിലും ഈ സംഘത്തിൽ ക്രൈംബ്രാഞ്ചിലെ മറ്റ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ, അതീവ രഹസ്യമായി നടത്തുന്ന നീക്കങ്ങൾ പോലും പുറത്തേക്ക് ചോരുന്ന സാഹചര്യം. അതോടൊപ്പം
രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള സ്ഥലത്തിന് അടുത്തേക്ക് അന്വേഷണ സംഘം എത്തുകയും 10 മിനിറ്റ് വ്യത്യാസത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിദഗ്ധമായി അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ബംഗളൂരുവിൽ കൂടി ഉണ്ടായതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് ലഭിച്ച ചില സംശയങ്ങൾ ഉദ്യോഗസ്ഥരിൽ ചിലരെ കേന്ദ്രീകരിച്ചുകൂടി നടന്നത്. അങ്ങനെയാണ് വിവരങ്ങൾ ചോരുന്നതായി കണ്ടെത്തുകയും ഒടുവിൽ അന്വേഷണ സംഘത്തെ മാറ്റിക്കൊണ്ട് പുതിയൊരു സംഘത്തെ ഇപ്പോൾ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു വിധി ഉണ്ടാകേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം ഏത് വിധേനയും അറസ്റ്റ് തടയുക എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ മറുവാദം ഉന്നയിച്ചുകൊണ്ട് ചെറുക്കാനായിരിക്കും പ്രോസിക്യൂഷൻ ശ്രമിക്കുക. അതിൽ പ്രധാനമായി മുദ്രവെച്ച കവറിൽ ഈ യുവതി കൈമാറിയിരിക്കുന്ന മൊഴിയിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള മൊഴിയിലെ വിശദാംശങ്ങൾ കോടതിക്ക് അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുമ്പോൾ അതിൽ വസ്തുതയുണ്ടെന്ന് പ്രാഥമികമായി ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിനത് വലിയ തിരിച്ചടിയായി മാറും, പ്രതിഭാഗത്തിനത് വലിയ തിരിച്ചടിയായി മാറും. അങ്ങനെയെങ്കിൽ ഒരു കടുത്ത നീക്കത്തിലേക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു തിരിച്ചടി അത് മറികടക്കാൻ ഒരു കടുത്ത നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിധി തന്നെയാകും നിർണായകമായി മാറുക. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു